ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. ഇന്നൊരു കിഡു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഥവാ +2 ഇംഗ്ലീഷ് എക്സാം നോട്ട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപക്ഷെ ടഫ് കാര്യങ്ങളൊക്കെ പറയുന്ന ഇംഗ്ലീഷാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലെസൺ എന്ന് പറയപ്പെടുന്നത് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന ലെസനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും എന്ത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തിന്റെ സമ്മറിയാണ്. വളരെ ഈസി ആയിട്ടാണ് സമ്മറി കൊടുത്തിരിക്കുന്നത്, പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് ക്യാരക്ടർ സ്കെച്ച് ആണ്. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്നുള്ള പാഠം. അപ്പോൾ ഈ ഒരു പാഠത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. മൂന്നാമതായിട്ട് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാം, മെയിൻ എക്സാമിനൊക്കെ പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എസ്എ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ ആൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ്, അതേപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതാം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി കിഡു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലൂടെ കടക്കുന്നതിനേക്ക് മുൻപ് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തികച്ചും ഒരു ഉപകാരപ്രദമായിരിക്കുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സോ ലെറ്റ് us go to the class. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിന്റെ സമ്മറിയാണ്. സമ്മറി അവിടെ കൊടുത്തിട്ടുണ്ട്, പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് പോയിന്റ്സുകൾ മാറ്റിക്കൊണ്ട് ലൈൻ ബേസ് ചെയ്തുകൊണ്ട് പാരഗ്രാഫ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സമ്മറി പോയിന്റ്സ്. ഇറ്റ് ഈസ് എ 1 ആക്ട് പ്ലേ which depicts the humorous incidents in a village post office. This story takes place in a Christmas season. The theme of the play is centered on a parcel booked by a foreigner in the post office. The news of bombs in the parcels of some nearby post offices make the people fearful. It is this fear that made the panic situation more terrible. They become more fearful by the tickling sound from one of the parcels. The assistant of the post office calls the police. The police confirm the presence of bomb in the parcel of the foreigner. They immerse in a bucket of water to diffuse it. The foreigner who returns to take his gloves from the post office is astonished to see this. It becomes very humorous when the foreigner reveals the truth that the parcel was not a bomb but a precious timepiece. The foreigner becomes angry and goes to meet the postmaster general to file a complaint. In the end, the assistant resigns job in the post office. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമ്മറിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അതിന്റെ റീപ്ലൈ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളോ ഒക്കെ വന്നാലും മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സമ്മറി നിങ്ങൾ എഴുതി കൊടുത്താൽ മതിയാവുന്നതാണ്. നിങ്ങൾക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിലെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു 1 ആക്ട് പ്ലേ ആയതുകൊണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റിനെ കുറിച്ചാണ്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ദ യങ് ലേഡി അസിസ്റ്റന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇൻ ദ പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഷീ ഈസ് പൊളൈറ്റ് ആൻഡ് ജെന്റിൽ. ഷീ ഈസ് നോട്ട് അനോയ്ഡ് when the deaf old gentleman mistakes her words repeatedly. She is not angry when her customers are angry at times. Quite often people mistakes her post office for an animal clinic, bar or chemist store. But she patiently handles the situation without any fuss. She is punctual in her work. She believes in a posting early for Christmas. She is concerned about her customers. She is reasonable and accountable. She has high moral obligation. When her customer's parcel is damaged, she feels responsible for the mishap and leaves the job. Thus, the assistant is a memorable character in the whole play. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസിസ്റ്റന്റിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. അടുത്ത രണ്ടാമത്തെ മറ്റൊരു ക്യാരക്ടറാണ് മിസ്സിസ് സ്മിത്ത് ആണ് രണ്ടാമത്തെ ക്യാരക്ടർ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് മിസ്സിസ് സ്മിത്ത് ഈസ് പൊളൈറ്റ് ആൻഡ് ജെന്റിൽ. ഷീ ഈസ് പങ്ക്ച്വൽ. ഷീ ബിലീവ്സ് ഇൻ പോസ്റ്റിംഗ് ഏർലി ഫോർ ക്രിസ്മസ്. ഷീ ഈസ് വെരി കോർഡിയൽ ആൻഡ് ഫ്രണ്ട്ലി. She expresses her happiness in meeting Mrs. Jones after a long time and engages in friendly talk with her.
മൂന്നാമത്തെ മറ്റൊരു ക്യാരക്ടറാണ് മിസ്സിസ് ജോൺസ് ആണ് മൂന്നാമത്തെ ക്യാരക്ടർ. മിസ്സിസ് ജോൺസ് ഈസ് impolite and rude. She is not punctual and she sends her presents in the last minute. When the assistant suggests that she should have posted it earlier, she replies that it is her own affair. Her character is disgusting. നാലാമത്തെ മറ്റൊരു ക്യാരക്ടറാണ് ചെവി കേൾക്കാത്ത പ്രായമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡഫ് ഓൾഡ് ജെന്റിൽമാൻ. ഡഫ് ഓൾഡ് ജെന്റിൽമാൻ ഈസ് എ character who creates much of the fun in the story. Since he is deaf, he repeatedly mistakes the words of the assistant. But he is rude and impolite. He is not aware of himself. He is proud and pretentious. Actually, he tested the patience of assistant, who is polite to the core. In the meantime, he becomes too much impatient. അടുത്തതായിട്ട് അഞ്ചാമത്തെ ഒരു ക്യാരക്ടറാണ് ഫാർമർ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് നോക്കാം. ഫാർമർ ഈസ് ദി ക്യാരക്ടർ ഹു ക്രിയേറ്റഡ് ആൻഡ് precipitated the crisis in the play. It is he who announces the newspaper report about a time bomb discovered in a London post office. He pretends as an expert and informs the assistant how to detect time bombs. Later, it is he who identifies the ticking noises inside the parcel given by the tourist. He makes a fuss over an unnecessary matter. He does not go into the details of it. He does not try to unfold the truth behind the ticking noises and easily comes into the conclusion that it is a time bomb. He tries to be a master in the situation and frightens everybody. ആറാമത്തെ മറ്റൊരു ക്യാരക്ടറാണ് ഫസ്സി ഓൾഡ് ലേഡിയാണ്. The fussy old lady is not aware of her surroundings. She mistakes the post office for an animal clinic. But once she realizes that it is a post office, she says sorry. Then she buys stamps as an act of courtesy. She is polite and gentle. She lacks general awareness too, because she does not know what a time bomb is. അടുത്ത ഏഴാമത്തെ ക്യാരക്ടറാണ് മിസ്സിസ് ഹിഗിൻസ് ആണ്. മിസ്സിസ് ഹിഗിൻസ് ഈസ് ദ മദർ ഓഫ് ദി നോട്ടി ചൈൽഡ് ബേർട്ടി. ഷീ ഈസ് ക്വിറ്റ് നാഗിങ്. She always abuses her son. Her language is not refined and good. But she scolds the boy for her having poor grammar. She is fussy and gives too much importance to trivial matters. അടുത്തത് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഫോറിൻ ടൂറിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ദ ഫോറിൻ ടൂറിസ്റ്റ് ആൻഡ് ഹിസ് പാർസൽ ഈസ് ദ പൈവറ്റ് ഓഫ് ദി ആക്ഷൻ ഓഫ് ദി പ്ലേ. He is mysterious looking with his strange accent. He gives extra importance to his parcel. He is careless and he leaves his gloves. He is a law-abiding citizen. When he sees that his parcel is damaged, he goes to complain the postmaster general. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ അത് അവിടെ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. യു ആർ എ റിപ്പോർട്ടർ ആൻഡ് യു ആർ അസൈൻഡ് ടു റിപ്പോർട്ട് പോസ്റ്റ് ഓഫീസ് ബോംബ് ഹോക്സ്. പ്രിപ്പയർ ദി റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു പോസ്റ്റ് ഓഫീസ് ബോംബിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹെഡിങ് വേണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ബോംബ് എ റൂമർ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. മാൽഗുഡി എ റൂമർ അബൌട്ട് ദി ബോംബ് ഇൻ പോസ്റ്റ് ഓഫീസ് കോസ്ഡ് പാനിക് among the public. A farmer found bomb in the parcel of the post office. The lady assistant called police. The police defused the bomb, dipping it in the water. Later it was found that it was not a bomb but a clock. It was parcel containing a clock sent by a tourist. The tourist was shocked to see the clock damaged. The tourist complained to the postmaster general. The lady assistant resigned her post, declaring that it was better to work at the animal dispensary. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇങ്ങനെ എന്താണ് ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഫൈറ്റ് ബിറ്റ്വീൻ അമിഗോ പ്രദേശ്, അതല്ലെങ്കിൽ റിപ്പോർട്ട് ഓഫ് എ സെമിനാർ, ഡിബൈറ്റ് ഇറ്റിസി. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി വരാവുന്നതാണ്.
ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം, അതുപോലെ തന്നെ മെയിൻ എക്സാമിനൊക്കെ പതിവായിട്ട് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ അതിന്റെ ടോപ്പിക് എന്നുള്ളത് ഇത് തന്നെയാണ് ചോദിക്കാറുള്ളത്. ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന ഒരു വിഷയമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ആൻ എസ്സേ ഓൺ ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അപ്പോൾ അതിന്റെ ഹിൻസും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ലാഫർ ഈസ് കോണ്ടീജിയസ്, റിഡ്യൂസസ് സ്ട്രെസ് റെസ്പോൺസ്, ബൂസ്റ്റ്സ് ഇമ്മ്യൂണിറ്റി, കോംബാറ്റ്സ് ഡിപ്രഷൻ, റിലീവ്സ് പെയിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിൻസായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ലാഫ് ആൻഡ് ലിവ് മോർ എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എസ്സേ എഴുതുന്ന സമയത്ത് ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ലാഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഓൾ ഡിസീസ്. If we have happiness, we can approach all changes of life in a pleasant way. It adds spice and taste to life. There should be no day in our life without smile. One sincere smile can make many changes. It can convey many messages. Our smiling face sometimes will act as a boost for others. It will encourage them to do their duties with energy. Here we can see the contagious power of laughter. By smiling, we can make new friendships. When we approach one with a good smile, it certainly creates smile on their face too. Laughter also boosts our immunity power. By laughing, our pleasure centers get activated. It will give us immense happiness and energy. It gives us mental health as well as physical health. If our minds are happy, we can treat all disease in a calm way. Thus, laughter boosts immunity and keeps our emotional well-being. That is why we say laughter expands our lifespan. Laughter also helps us to escape from depression. Life is like a coin. It has two sides, happiness as well as sorrow. It is only when we have humor sense we can treat everything in a balanced manner. It ensures a positive attitude to our life. Smile helps one to get relief from their painful situation of life and to pick up the burden with refreshment. Let me conclude my essay saying that laughter can make a large difference in our life. It can change our perspective and thus helps to embrace everything that comes to our life. So let us all laugh and be merry always. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി എഴുതുക. അതിനുശേഷം നല്ലവണ്ണം പഠിക്കുക. എക്സാമിന് പോകുന്ന സമയത്ത് ഒന്നുകൂടി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു വർഷം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ ഓൾ.